ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരത്ചന്ദ്രമരീചികേ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 5 വയൽവാരം വീട്. ഭാഗം 5 വയൽവാരം വീട്. മാടനാശാനെ ചെമ്പഴന്തി ദേശക്കാർക്കെല്ലാം വളരെ ബഹുമാനമായിരുന്നു. പുരാണത്തിലും ജ്യോതിഷത്തിലും ആയുർവേദത്തിലും കൃഷിക്കാര്യങ്ങളിലുമൊക്കെ ആശാന് തികഞ്ഞ ജ്ഞാനമുണ്ടായിരുന്നു. എന്നാൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിലായിരുന്നു ആശാന് വലിയ താല്പര്യം. കൊച്ചുപിള്ളയിൽ മാടനാശാൻ എന്ന് പ്രായമായവർ പോലും അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിച്ചിരുന്നില്ല. ആശാൻ എന്നെ ആരും ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നുള്ളൂ. ആ സംബോധന കൊണ്ട് അത് മാടനാശാനാണെന്ന് ഏവർക്കും അറിയുമായിരുന്നു. വിവാഹശേഷം കുട്ടിയമ്മയും മാടനാശാനും കൊച്ചുവിളയിലായിരുന്നു താമസം. വസതിക്കൊത്ത സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരു സ്ത്രീരത്നമായിരുന്നു കുട്ടിയമ്മ. ദേവതോപാസനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും പുരാണ പാരായണത്തിലും കൃത്യമായ നിഷ്ഠ കുട്ടിയമ്മ പുലർത്തിയിരുന്നു. മണയ്ക്കൽ ക്ഷേത്രദർശനം കുട്ടിയമ്മയ്ക്ക് ദിനചര്യയുടെ ഭാഗമായിരുന്നു. ചില സായാഹ്നങ്ങളിൽ ആശാൻ ക്ഷേത്രസന്നിധിയിലിരുന്ന് ഭഗവത് കഥകൾ പറയുമായിരുന്നു. അത് കേൾക്കുവാൻ അപ്പോൾ അവിടെയുള്ളവരൊക്കെ ആശാന് ചുറ്റും വളഞ്ഞുകൂടിയിരിക്കും. അതിനിടയിൽ കുട്ടിയമ്മയും ഒരു ധ്യാനത്തിലെന്ന പോലെ അത് ശ്രവിച്ചിരിക്കുമായിരുന്നു. ഇടയ്ക്കിടെ രാമൻ വൈദ്യരും കൃഷ്ണൻ വൈദ്യരും കൊച്ചുവിളയിലെത്തി കൂടപ്പിറപ്പായ പെങ്ങളുടെ കുടുംബക്ഷേമം അന്വേഷിക്കുമായിരുന്നു. രാമൻ വൈദ്യരും കുടുംബവും മണക്കൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള വയൽവാരം വീട്ടിലാണ് അക്കാലത്ത് താമസിച്ചിരുന്നത്. കുട്ടിയമ്മ ഗർഭവതിയാണെന്നറിഞ്ഞതോടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷമായി. ഗർഭകാലത്ത് ഇഷ്ടമുള്ള പഴങ്ങളും പലഹാരങ്ങളും കുട്ടിയമ്മയ്ക്ക് മുടക്കം കൂടാതെ കൊടുക്കുന്നതിൽ അവരെല്ലാം വളരെ ശ്രദ്ധ പുലർത്തിപ്പോന്നു. വളരെ കാലത്തിന് ശേഷം കുടുംബത്തിൽ ഒരു കുഞ്ഞു പിറക്കുവാൻ പോവുകയാണല്ലോ. ആ വിശേഷത്തെക്കുറിച്ചായിരുന്നു നിത്യവും അവരുടെ സംസാരം. പ്രസവകാലം അടുത്തതോടെ കുട്ടിയമ്മയെ വയൽവാരം ഭവനത്തിലേക്ക് ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയി. ചെമ്പഴന്തിയിലെ വളരെ പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു ഭവനമായിരുന്നു വയൽവാരം വീട്. വീടിന്റെ വടക്കു ഭാഗത്തായി വിശാലമായ നെൽപ്പാടങ്ങളായിരുന്നു. ഇളം കാറ്റുകളുടെ നിലയ്ക്കാത്ത പ്രവാഹത്താൽ അവിടുത്തെ അന്തരീക്ഷം എപ്പോഴും ശുദ്ധമായിരുന്നു. കേരവൃക്ഷങ്ങൾ ആ പാടങ്ങളുടെ കരകളിൽ കാവലാൾ എന്ന പോലെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു. വയൽവാരത്തിന്റെ വടക്കുഭാഗത്തായിരുന്നു പാചകപ്പുര. അവിടെ സ്ത്രീകളുടെ ഉപയോഗത്തിന് മാത്രമായുള്ള ഒരു പുരയും ഉണ്ടായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്തായി കുരൽപ്പുരയും തെക്ക് ഭാഗത്തായി തൊഴുത്തും അതിനും തെക്കായി ദേവീപൂജയ്ക്കുള്ള പുരയുമായിരുന്നു. കിഴക്ക് ഭാഗത്തായി 2 മുറികളും ഒരു തളവും അടങ്ങുന്ന അതിഥി മന്ദിരവും അതിന് തൊട്ടു പടിഞ്ഞാറ് വശം തെക്കു വടക്കായി മറ്റൊരു കെട്ടിടവും ഉണ്ടായിരുന്നു. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുറ്റുമതിലും നിർമ്മിക്കപ്പെട്ടിരുന്നു. കിഴക്കേ മതിലിൽ മേൽപ്പുരയോടുകൂടിയ ഒരു പടിപ്പുരയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ വയൽവാരം വീടിന്റെ അന്നത്തെ പ്രൗഢിയും പെരുമയും നമ്മുടെ മനസ്സിൽ നിന്നും മായുകയില്ല. ഗുരുദേവന്റെ ജന്മഗ്രഹമായി ഇന്ന് കാണുന്ന കുഞ്ഞു വീട് അന്നത്തെ പ്രൗഢിയേറിയ വയൽവാരം വീടിന്റെ
ഒരു ഭാഗം മാത്രമായിരുന്ന സൂതികാഗ്രഹമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗുരുദേവ കഥാസാഗരം ഭാഗം 5 വയൽവാരം വീട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.